മൈസൂരിലെ സോമനാഥപുര ക്ഷേത്രത്തിന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇത് മൈസൂരടുത്തല്ല, ഒരുപാട് ദൂരെ ബേലൂരാണ് ഈ ക്ഷേത്രമെന്നൊക്കെ. എന്നാൽ രണ്ടും വ്യത്യസ്തമാണെന്നും ഒരേ കാലഘട്ടത്തിൽ ഒരേ വാസ്തുവിദ്യ ഉപയോഗിച്ച് ചെയ്തതിനാലാണ് രണ്ടും ഒരുപോലെ തോന്നുന്നതെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ ആദ്യ തലസ്ഥാനമായ ബേലൂരിലെ ഹൊയ്സാല വാസ്തുവിദ്യയിൽ ആദ്യം നിർമ്മിച്ച ചെന്നകേശവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ്. കർണാടകയിലെ ഹസൻ ജില്ലയിൽ 12ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രമാണ് കേശവ വിജയനാരായണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലാണ് നിലവിൽ ഈ ക്ഷേത്രം. ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന വേളാപുരി എന്നുകൂടി അറിയപ്പെടുന്ന ബേലൂരിലാണ് യഗാച്ചി നദിയുടെ തീരത്ത് 1117 രാജാവായ വിഷ്ണുവർദ്ധനയുടെ ഭരണകാലത്ത് പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. 3 തലമുറകളിലായി പണിത ഈ ക്ഷേത്രം പൂർത്തിയാക്കാൻ ഏകദേശം 103 വർഷങ്ങളെടുത്തു. യുദ്ധത്തിൽ നിരവധി തവണ ഈ ക്ഷേത്രത്തിന് നാശമുണ്ടാകുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തെങ്കിലും ആവർത്തിച്ച് പുനർനിർമ്മിക്കപ്പെട്ടു. ഹിന്ദു ദൈവമായ വിഷ്ണുവിൻ്റെ ഒരു രൂപമാണ് ചെന്നകേശവ. തുടക്കം മുതൽ സജീവമായി വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണിത്. വാസ്തുവിദ്യ, ശില്പങ്ങൾ, ശിലാശാസനങ്ങൾ, തൂൺചിത്രങ്ങൾ, അതിൻ്റെ പ്രതീകങ്ങൾ, ലിഖിതങ്ങളും ചരിത്രവും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രം വളരെ ശ്രദ്ധേയമാണ്. പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ നൃത്തജീവിത രീതികളും നർത്തകികളും സംഗീതജ്ഞരും രാമായണം, മഹാഭാരതം, പുരാണങ്ങളിലുള്ള ഹിന്ദു രചനകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ക്ഷേത്രകലാസൃഷ്ടികളായി ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ശൈവിസം, ശക്തിസം, ജൈനമതത്തിൽ നിന്നുള്ള ജൈനയുടെ പ്രതിമകളും ബുദ്ധമതത്തിൽ നിന്ന് ബുദ്ധനും എന്നിവയിലെ നിരവധി തീമുകളും ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും. ചെന്നകേശവ ക്ഷേത്രം 12ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലെയും ഹൊയ്സാല സാമ്രാജ്യഭരണത്തിലെയും കലാ സാംസ്കാരികവും ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നത്തെ കർണാടക സംസ്ഥാനത്തിൽ 10ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഹൊയ്സാല സാമ്രാജ്യം നിലനിന്നത്. ആദ്യകാലത്ത് ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ബേലൂരായിരുന്നു. പിന്നീട് അത് ഹലബിഡിയിലേക്ക് മാറ്റി. ഹൊയ്സാല രാജാക്കന്മാർ പശ്ചിമഘട്ടത്തിലെ ഒരു ഉയർന്ന പ്രദേശമായ മൽനാട് കർണാടകയിൽ നിന്നുള്ള ഗോത്രവർഗ്ഗക്കാരായിരുന്നു. 12ാം നൂറ്റാണ്ടിൽ അന്നത്തെ രാജാക്കന്മാരായിരുന്ന പടിഞ്ഞാറൻ ചാലുക്യരും കലചൂർ രാജവംശവുമായുള്ള യുദ്ധം മുതലെടുത്ത് ഇവർ ഇന്നത്തെ കർണാടക സംസ്ഥാനത്തിലെ പ്രദേശങ്ങളും തമിഴ്നാട്ടിലെ കാവേരി നദീതീരത്തിനു വടക്കുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശവും പിടിച്ചെടുത്തു. 13ാം നൂറ്റാണ്ടോടെ ഇവർ ഇന്നത്തെ കർണാടകത്തിലെ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാടിന്റെ കുറച്ചു ഭാഗവും ഡെക്കാൻ പ്രദേശത്തെ ആന്ധ്രാപ്രദേശിന്റെ കുറച്ചു ഭാഗവും ഭരിച്ചു. 1117 തലക്കാട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിന്റെ സന്തോഷസൂചകമായി ഹൊയ്സാല ചക്രവർത്തിയായ വിഷ്ണുവർദ്ധനാണ് ചെന്നകേശവ അഥവാ സുന്ദരനായ കേശവൻ എന്നർത്ഥം വരുന്ന അതിമനോഹരമായ ഈ ക്ഷേത്രം പണിയിപ്പിച്ചത്. ജൈനമതത്തിൽ നിന്നും ഹിന്ദുമതത്തിലേക്ക് മാറിയതുകൊണ്ട് തന്നെ ജൈനക്ഷേത്രത്തിൽ കാണുന്നത് പോലെയുള്ള തൂണുകളൊക്കെ ഇവിടെയും കാണാം. 64 മൂലകളും 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളുമായി ശില്പഭംഗി നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു നക്ഷത്രം പോലെയായിരിക്കും ഈ ക്ഷേത്രം കാണപ്പെടുന്നത്. താൻ യുദ്ധത്തിൽ മരിച്ചുപോയാൽ വിവാഹം കഴിക്കുന്ന സ്ത്രീ വിധവയായി കഴിയേണ്ടി വരുമെന്ന കാരണത്താൽ വിവാഹമേ വേണ്ടെന്ന് വെച്ച വിഷ്ണുവർദ്ധനെ അദ്ദേഹത്തിന്റെ അമ്മ അതീവ സുന്ദരിയും നർത്തകിയുമായ ശാന്തളാദേവിയെ കണ്ട് ഇഷ്ടപ്പെട്ട് മകന് അനുരൂപയായ വധു ഇവൾ തന്നെയെന്ന് നിശ്ചയിച്ചു. അവർക്ക് കൊട്ടാരത്തിൽ നൃത്തം ചെയ്യാനുള്ള അവസരം കൊടുത്തു.
നൃത്തം കണ്ടു മോഹിച്ച വിഷ്ണുവർദ്ധനൻ അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നാണ് വാമൊഴി. ശാന്തളദേവിയാണ് ചെന്നകേശവ ക്ഷേത്രത്തിന് സമീപം കപ്പേ ചെന്നികരായ ക്ഷേത്രം, സൗമ്യനായകി, രംഗനായകി, ശ്രീദേവി, ഭൂമിദേവി എന്നീ ക്ഷേത്രങ്ങൾ പണിയിച്ചത്. ബേലൂർ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്ക് താഴെയായിട്ടാണ് കണ്ണാടിയുമായി നിൽക്കുന്ന സുന്ദരി രൂപം കൊത്തിവച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒട്ടേറെ രൂപങ്ങൾ ക്ഷേത്ര ചുവരുകളിൽ കൊത്തിവച്ചിട്ടുണ്ട്. രാജാവായിരുന്ന വിഷ്ണുവർദ്ധനന്റെ ഭാര്യയായിരുന്ന ശാന്തളദേവിയുടെ സൗന്ദര്യമാണ് ഈ ശില്പങ്ങളുടെയും അടിസ്ഥാനമെന്നാണ് കരുതപ്പെടുന്നത്. ചെന്നകേശവ ക്ഷേത്രത്തിന് അകത്തും പുറത്തും ഇത്തരത്തിലുള്ള 38 സ്ത്രീരൂപങ്ങളുണ്ട്. ശിലാബാലികമാർ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. ദശാവതാരം കൊത്തിയ തൂണുകളാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ബെയറിങ്ങുകളിൽ കറങ്ങുന്ന രീതിയിലാണ് ഈ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ അത് കറക്കാൻ അനുവദിക്കാറില്ല. ഹൊയ്സാല രാജവംശത്തിലെ ആദ്യ രാജാവായ സാല സിംഹവുമായി യുദ്ധം ചെയ്യുന്ന ഹൊയ്സാല രാജ്യത്തിന്റെ രാജകീയ മുദ്രയായ ശില്പവും ഇവിടെ കാണാം. തന്റെ ഗുരുവായ സുദത്തമുനിയെ ആക്രമിക്കാൻ വന്ന സിംഹത്തെ സാല പൊരുതി കീഴ്പ്പെടുത്തിയ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് വിഷ്ണുവർദ്ധൻ ഈ രൂപം രാജമുദ്രയായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഗ്രാവിറ്റി പില്ലറാണ്. ക്ഷേത്രമുറ്റത്ത് 42 അടിയും 15 ടൺ ഭാരവുമുള്ള ഒറ്റക്കല്ലിലുള്ള ഗ്രാവിറ്റി പില്ലർ മറ്റൊരു അത്ഭുതമാണ്. ഈ സ്തംഭത്തിന്റെ 3 മൂലകൾ മാത്രമേ തറയിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളൂ. തറയുടെ താഴെ നിന്ന് മുകളിലേക്കുള്ള കൊത്തുപണികൾക്ക് ഒരു ഘടനയുണ്ട്. ഏറ്റവും ഒടുവിൽ ശക്തരായ ആനകൾ, അതിനു മുകളിൽ ധൈര്യത്തെ കാണിക്കാനായി സിംഹങ്ങൾ, വേഗതയുടെ പര്യായമായ കുതിരകൾ, വള്ളിപ്പടർപ്പുകൾ, പൂക്കൾ എന്നിങ്ങനെയാണ് അലങ്കാരപ്പണികൾ. ശ്രീകോവിലിനുള്ളിൽ 5 തൂണുകളാണുള്ളത്. അതിലൊന്നിൽ രാജഭഗ്നിയായ ശാന്തളാദേവിയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. കണ്ണുകൾ മീൻ പോലെ, വദനം ചന്ദ്രബിംബം, അരക്കെട്ട് സിംഹത്തെ പോലെ, താമര ഇതൾ കാൽപാദം, പാദത്തിലെ നീളം കൂടിയ 2-ാം വിരൽ എന്നീ ലക്ഷണങ്ങളോട് കൂടിയ ലക്ഷണമൊത്ത സുന്ദരികളെയാണ് ഈ തൂണുകളിൽ കാണാൻ കഴിയുക. പതിനൊന്ന്-14 നൂറ്റാണ്ടുകളിൽ ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ ഭരണത്തിൽ കീഴിൽ വികസിപ്പിച്ചെടുത്ത ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യയിലെ കെട്ടിട ശൈലിയാണ് ഹൊയ്സാല വാസ്തുവിദ്യ. ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ നിരവധി ക്ഷേത്രങ്ങൾ ഹൊയ്സാല വാസ്തുവിദ്യയിലൂടെ ഉദാഹരണമായി നിലനിൽക്കുന്നു. വേലൂരിലെ ചെന്നകേശവ ക്ഷേത്രം, ഹലബിഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം, സോമനാഥപുരയിലെ കേശവ ക്ഷേത്രം എന്നിവയാണ് ഏറെ പ്രസിദ്ധമായത്. ഈ 3 ക്ഷേത്രങ്ങൾക്കും 2023 യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ചത്. ബലവാടി, അമൃതപുര, കൊസഹോലാലു, മൊസാലെ,
അരസിക്കരെ, ബസ്രലു, കിക്കേരി, നുഗഹള്ളി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളാണ് ഹൊയ്സാല കരകൗശലത്തിന്റെ മറ്റു ഉദാഹരണങ്ങൾ. ഏകദേശം 300ഓളം ക്ഷേത്രങ്ങളാണ് ഇന്ന് കർണാടക സംസ്ഥാനത്ത് നിലനിൽക്കുന്നതായി പറയപ്പെടുന്നത്. 70ഓളം ക്ഷേത്രങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിലും മറ്റു പലതും ലിഖിതങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മനുഷ്യായുസ്സിൽ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു നിർമ്മിതിയാണ് ഹൊയ്സാല ആർക്കിടെക്ചർ. ഇനി ബേലൂർ വന്നില്ലെങ്കിൽ മൈസൂരിലെ സോമനാഥപുര ക്ഷേത്രമെങ്കിലും കാണാൻ ശ്രമിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യൻ ചെയ്തു വെച്ച നിർമ്മിതികൾ. അത്ഭുതം എന്നതിനപ്പുറത്ത് ഒരു വാക്കുണ്ടെങ്കിൽ അതാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന് പറയാം. മൈസൂരിലെ സോമനാഥപുര ക്ഷേത്രത്തിൻ്റെ വീഡിയോയിൽ ഹൊയ്സാല വാസ്തുവിദ്യയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിനാൽ അത് കാണാത്തവർ അതുകൂടി കാണുന്നത് നന്നായിരിക്കും. രാവിലെ 7 മുതൽ വൈകുന്നേരം 7:30 വരെയാണ് പ്രവേശന സമയം. ബേലൂർ എന്നുള്ളത് ഒരു വലിയ പട്ടണമൊന്നുമല്ല. അതിനാൽ തന്നെ താമസ സൗകര്യങ്ങളൊക്കെ നന്നേ കുറവാണ്. ഞങ്ങൾ താമസിച്ചത് ക്ഷേത്രത്തിന് സമീപത്തുള്ള കേശവ ഹെറിറ്റേജ് എന്ന സ്ഥലത്താണ്. ഗ്രൂപ്പായി വരുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ 200 വർഷം പഴക്കമുള്ള ഈ ഒരിടം. പിന്നെ തൊട്ടടുത്തുള്ള പട്ടണം എന്നുള്ളത് ഹസനാണ്. ഏകദേശം 30 കിലോമീറ്റർ മുകളിൽ വരും അവിടേക്കുള്ള ദൂരം. പിന്നെ ബേലൂർ വരുന്നവർ തീർച്ചയായും പോകേണ്ട മറ്റൊരിടമാണ് ഹലേബീഡു ഹൊയ്സാലേശ്വര ക്ഷേത്രം. ഇവിടെ നിന്ന് 17 കിലോമീറ്റർ ദൂരമാണ് അവിടേക്കുള്ളത്. അതുകൂടി കണ്ടാൽ മാത്രമേ ഹൊയ്സാല വാസ്തുവിദ്യയുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കൂ. അപ്പോൾ ഇനി നേരെ അവിടേക്കാണ്. ഹലേബീഡു കാഴ്ചകൾക്കായി കാത്തിരിക്കുക.